മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ലിമിറ്റഡ് MCX ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫസ്റ്റ് ലിസ്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. കമ്മോഡിറ്റി ഫ്യൂച്ചർ എക്സ്ചേഞ്ചുമായി ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫസ്റ്റ് ലിസ്റ്റഡ് എക്സ്ചേഞ്ച് ആണ് MCX. ഈ എക്സ്ചേഞ്ചിൽ ഓൺലൈൻ ട്രേഡിംഗ് ആൻഡ് ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റ് ഓഫ് കമ്മോഡിറ്റി ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് നടത്തുന്നു. ഓക്കെ, ഈ ഒരു എക്സ്ചേഞ്ച് നിലവിൽ വന്നത് നവംബർ 2003 ഇറ്റ് ഓഫേഴ്സ് ട്രേഡിംഗ് ഇൻ വാരിഡ് കമ്മോഡിറ്റി ഫ്യൂച്ചേഴ്സ് കോൺട്രാക്ട്സ് അക്രോസ് സെഗ്മെൻറ്റ്സ് ഇൻക്ലൂഡിംഗ് ബുള്ളിയൻ, ഇൻഡസ്ട്രിയൽ മെറ്റൽസ്, എനർജി, അഗ്രികൾച്ചറൽ കമ്മോഡിറ്റീസ്, അങ്ങനെ പലതരത്തിലുള്ള കമ്മോഡിറ്റീസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഫ്യൂച്ചർ ട്രാൻസാക്ഷൻസ് നടത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്നത്. MCXൻ്റെ ഇൻഡെക്സ് എന്ന് പറയുന്നത് MCX കോംഡെക്സ് എന്ന് പറയുന്ന ഇൻഡെക്സ് ആണ്. ഇറ്റ് ഇസ് എ റിയൽ ടൈം കോമ്പോസിറ്റ് കമ്മോഡിറ്റി ഫ്യൂച്ചർ പ്രൈസ് ഇൻഡെക്സ് വിച്ച് ഗിവ് ഇൻഫർമേഷൻ ഓൺ മാർക്കറ്റ് മൂവ്മെൻറ്റ്സ് ഇൻ കീ കമ്മോഡിറ്റീസ്. പിന്നെ കീ കമ്മോഡിറ്റീസിൻ്റെ കേസിൽ അതുകൊണ്ടാണ് കമ്മോഡിറ്റീസിൻ്റെ കേസിലായതുകൊണ്ടാണ് ഈ ഇൻഡെക്സിൻ്റെ പേര് ഇങ്ങനെ. പിന്നെ വേറെയും ഇൻഡെക്സുകൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. MCX അഗ്രി, MCX എനർജി, MCX മെറ്റൽ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അത് ഓരോ കാറ്റഗറിക്ക് വേണ്ടിയിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഇൻഡെക്സസുകളാണ്. ഓക്കെ, ദ നെക്സ്റ്റ് OTCEI ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. അത് ഇൻകോർപ്പറേറ്റ് ചെയ്തത് 1990 റെക്കഗ്നൈസ്ഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ് അണ്ടർ ദ സെക്യൂരിറ്റീസ് കോൺട്രാക്ട്സ് റെഗുലേഷൻ ആക്ട് 1956. ഓവർ ദി കൗണ്ടർ ആണ്, അതായത് ഓൺലൈനായിട്ടാണ് ഇതിൽ ട്രാൻസാക്ഷൻസ് നടത്തുന്നത്. ഇതിന് പ്രത്യേകിച്ചൊരു പ്ലേസ് ഒന്നുമില്ല. The exchange was set up to aid enterprises promoters in raising finance for new projects in cost-effective manner. അതായത് പുതിയ ന്യൂ വെഞ്ചർ ക്യാപിറ്റലിസ്റ്റിനെയൊക്കെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർ പുതുതായിട്ട് തുടങ്ങുന്ന ബിസിനസ് സ്ഥാപനങ്ങൾക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് കോസ്റ്റ് ഇഫക്റ്റീവ് ആയിട്ടുള്ള മാനറിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എക്സ്ചേഞ്ച് ഈ എക്സ്ചേഞ്ചിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. ഇൻവെസ്റ്റേഴ്സിന് ഒരു ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള എഫിഷ്യൻറ്റ് മോഡ് ഓഫ് ട്രേഡിംഗ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് USA നാസ്ഡാക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിൻ്റെ മോഡലിലാണ് ഈ OTCEI ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സ്ക്രീൻ ബേസ്ഡ് നാഷണൽ വൈഡ് ട്രേഡിംഗ് ആണ് ഇതിൽ നടത്തുന്നത്. സ്ക്രിപ്റ്റ്ലെസ് ട്രേഡിംഗ് ആണ് OTCEIയിൽ ഉള്ളത്. ഇനി ഹൂ വുഡ് ഫൈൻഡ് OTCEI ഹെൽപ്ഫുൾ? ആർക്കാണ് OTCEI ഏറ്റവും കൂടുതൽ ബെനിഫിഷ്യൽ ആയിട്ടുള്ളത്? ഹൈടെക് എൻ്റർപ്രൈസസ്, കമ്പനീസ് വിത്ത് ഹൈ ഗ്രോത്ത് പൊട്ടൻഷ്യൽ, അതുപോലെ കമ്പനീസ് ഫോക്കസ്ഡ് ഓൺ ന്യൂ പ്രോഡക്റ്റ് ഡെവലപ്മെൻറ്റ്, പിന്നെ എൻ്റർപ്രണേഴ്സ് സീക്കിംഗ് ഫിനാൻസ് ഫോർ സ്പെസിഫിക് ബിസിനസ് പ്രോജക്ട്സ്, പിന്നെ കമ്പനീസ് വിത്ത് പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ബിലോ 3 crores. 3 crores താഴെ ഉള്ള വരുമാനമുള്ള കമ്പനീസാണ് കൂടുതലായിട്ട് OTCEI ഡിപ്പെൻഡ് ചെയ്യുന്നത്. ദെൻ സ്റ്റാർട്ടപ്പ് എൻ്റർപ്രൈസസ് ദാറ്റ് ഡു നോട്ട് ഹാവ് 3-year ട്രാക്ക് റെക്കോർഡ്. സാധാരണ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നമുക്ക് ട്രാൻസാക്ഷൻ നടത്തണമെങ്കിൽ ഒരു 3 വർഷത്തെ ട്രാക്ക് റെക്കോർഡെങ്കിലും വേണം. അതില്ലാത്ത സ്റ്റാർട്ടപ്പ് എൻ്റർപ്രൈസസിനൊക്കെ ഈ OTCEIനെ ഡിപ്പെൻഡ് ചെയ്യാം. അതുപോലെ കമ്പനീസ് ദാറ്റ് ഡു നോട്ട് ഹാവ് 10% ഇക്വിറ്റി ഓർ ഡെറ്റ് പാർട്ടിസിപ്പേഷൻ ബൈ ബാങ്ക്സ് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അങ്ങനെയുള്ള കമ്പനീസിനും 10% എങ്കിലും ഇക്വിറ്റി അല്ലെങ്കിൽ ഡെറ്റ് പാർട്ടിസിപ്പേഷൻ ബാങ്കുകൾ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചെയ്യാത്ത കമ്പനീസിനും ഈ OTCEI ബെനിഫിറ്റബിൾ ആയിരിക്കും. ദ നെക്സ്റ്റ് ഇൻ്റർകണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. ഇൻ്റർകണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ ഓർ ISE എന്ന് പറയുന്നത് ഒരു നാഷണൽ ലെവൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ആണ്. ഇറ്റ് providing trading, clearing, settlement, risk management and surveillance support to its trading members. അതായത് ഇത് സാധാരണയായിട്ട് ഇത് 1998 ഫോം ചെയ്തിട്ടുള്ളത്. മുംബൈയിലാണ്, വാഷി എന്ന പ്ലേസിലാണ് ഇത് ഫോം ചെയ്തത്, ഒറിജിനേറ്റ് ചെയ്തത്. അതിൻ്റെ ഒരു യുണീക്ക് ഫീച്ചർ, ബാക്കിയുള്ള സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളിൽ നിന്നുമുള്ളൊരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇറ്റ് അഡ്രസ്സസ് ദ നീഡ്സ് ഓഫ് സ്മോൾ കമ്പനീസ് ആൻഡ് റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സ്. സ്മോൾ കമ്പനീസിനെയും അതുപോലെ റീറ്റെയിൽ ഇൻവെസ്റ്റേഴ്സിനെയും ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഇൻ്റർകണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് നിലവിൽ വന്നിട്ടുള്ളത്. അതിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്, ഒന്ന്, ടു ക്രിയേറ്റ് എ സിംഗിൾ ഇൻ്റഗ്രേറ്റഡ് നാഷണൽ ലെവൽ സൊല്യൂഷൻ വിത്ത് ആക്സസ് ടു മൾട്ടിപ്പിൾ മാർക്കറ്റ് ഫോർ പ്രൊവൈഡിംഗ് ഹൈ ക്വാളിറ്റി ലോ കോസ്റ്റ് സർവീസസ് ടു മില്യൺസ് ഓഫ് ഇൻവെസ്റ്റേഴ്സ് അക്രോസ് ദി കൺട്രി. ഇൻ്റഗ്രേറ്റഡ് സൊല്യൂഷനാണ്, അതായത് പലതരത്തിലുള്ള കമ്മോഡിറ്റീസിൻ്റെ അല്ലെങ്കിൽ പല തരത്തിലുള്ള ഷെയർസിൻ്റെയും സെക്യൂരിറ്റീസിൻ്റെയും ഒക്കെ ഒരു മൾട്ടിപ്പിൾ മാർക്കറ്റിലേക്കുള്ള ആക്സസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. Then to create a liquid, vibrant national level market for all listed companies in general and small companies in particular. അത് പ്രത്യേകമായിട്ടും ചെറിയ കമ്പനികളെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു ഇൻ്റർകണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്നത്.
and to provide trading, clearing and settlement facilities to traders and dealers across the country at their doorstep with a decentralized support system. സോ അവർക്ക് എല്ലാ പിന്നെ ട്രേഡേഴ്സിനെയും ഡീലേഴ്സിനെയും ഒക്കെ പിന്നെ അവർക്ക് എല്ലാ ഫെസിലിറ്റീസും ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റുകളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഒരു എക്സ്ചേഞ്ച്. അതായത് ഒരു ഡെപ്പോസിറ്ററി പാർട്ടിസിപ്പൻ്റ് ആയിട്ടും ശരിക്കും ഈ ഒരു ഇൻ്റർ കണക്റ്റഡ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. The next point, role of SEBI to develop secondary securities market. നമുക്കറിയാം സെബി എന്ന് പറയുന്നത് ഒരു റെഗുലേറ്ററി ബോഡിയാണ്. ഈ റെഗുലേറ്ററി ബോഡിക്ക് സെക്കൻഡറി സെക്യൂരിറ്റീസ് മാർക്കറ്റിൻ്റെ കേസിൽ എന്തൊക്കെയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള റോള് എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സെബിയെക്കുറിച്ച് ഇനി ഡീറ്റെയിൽ ആയിട്ട് നമ്മളിനി വേറെ പറയും. അതിന് മുന്നേ ആയിട്ട് സെക്കൻഡറി മാർക്കറ്റിൻ്റെ കേസിൽ സെബിയുടെ റോൾ എന്താണെന്നുള്ളതാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ റോൾ എന്ന് പറയുന്നത് ഡെപ്പോസിറ്ററീസ് എന്ന് പറയുന്ന സമ്പ്രദായം, ആ ഒരു സിസ്റ്റം ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതായത് പേപ്പർലെസ് ട്രേഡിങ് കൊണ്ടുവന്നു. അത് സെബിയുടെ ഒരു പരിശ്രമത്താലാണ്, സെബിയാണ് അതിന് ഈ ഡീമെറ്റീരിയലൈസേഷൻ ഓഫ് സെക്യൂരിറ്റീസ് എന്നുള്ള കോൺസെപ്റ്റ് നമുക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്, ഡെപ്പോസിറ്ററി ആക്ട് കൊണ്ടുവന്നത്. സോ അത് ആണ് ഫസ്റ്റത്തെ റോള്. ദെൻ സ്ട്രെങ്തനിങ് ദ സേഫ്റ്റി ആൻഡ് ഇൻറ്റഗ്രിറ്റി ഓഫ് സെക്കൻഡറി സെക്യൂരിറ്റീസ് മാർക്കറ്റ്. ഈ സെക്കൻഡറി മാർക്കറ്റിലുള്ള സേഫ്റ്റി, ഇൻറ്റഗ്രിറ്റി അതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരിക്കും സെബി വർക്ക് ചെയ്യുന്നത് തന്നെ അവരുടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ടാണ്. ഓക്കെ. അപ്പോൾ ആ ഒരു സേഫ്റ്റി പ്രൊവൈഡ് ചെയ്യുവാൻ പിന്നെ അതായത് റിസ്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് സെബിക്ക് പറ്റുന്നുണ്ട്. ദെൻ നെക്സ്റ്റ്, എൻഹാൻസിങ് എഫിഷ്യൻസി ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച്. എഫിഷ്യൻസി അതായത് ട്രാൻസ്പെറൻസി, സുതാര്യത ഉറപ്പുവരുത്താൻ വേണ്ടിയിട്ട് സെബി ശ്രമിക്കുന്നുണ്ട്. ദെൻ നെക്സ്റ്റ് വൺ, ന്യൂ പ്രൊഡക്ട്സ് ആൻഡ് പ്രൊസീജിയേഴ്സ്. സെബി കുറേ പുതിയ ന്യൂ ഇൻവെസ്റ്റ്മെൻറ്റ്സ് അല്ലെങ്കിൽ ന്യൂ പ്രൊസീജിയേഴ്സുകൾ, ഇപ്പോൾ FII പോലെയുള്ള ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് നിലവിൽ വന്നിട്ടുണ്ട്. അതുപോലെ പലതരത്തിലുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻസുകളൊക്കെ കൊണ്ടുവരാനും അതൊക്കെ പിന്നെ എന്താ പറയുക കൊണ്ടുവരുന്ന കാര്യത്തിലൊക്കെ സെബിക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു റോളാണ് ഉള്ളത്. ഓക്കെ. നെക്സ്റ്റ് പോയിന്റ്, റീസെൻറ്റ് റിഫോംസ്. ഈ സെക്കൻഡറി സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രധാനപ്പെട്ട റിഫോംസുകളെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്ന്, ട്രേഡിംഗ് സൈക്കിള് റെഡ്യൂസ് ചെയ്ത്, അതായത് T+2 എന്നുള്ളതായിരുന്നു ആദ്യമൊക്കെ ട്രേഡിംഗ് സൈക്കിളായിട്ട് വന്നിരുന്നത്. അത് T+3 ആയിട്ടും T+2 ആയിട്ടും ഒക്കെ കുറച്ചു. അതായത് ട്രേഡിംഗ് വന്നിട്ട് 5 ദിവസത്തിനുള്ളിൽ സെറ്റിൽ ചെയ്യുക എന്നുള്ളതായിരുന്നു ആദ്യത്തേത്. അത് പിന്നെ 3 ദിവസമായി, പിന്നെ 2 ദിവസമായിട്ട് മാറ്റി. ഓക്കെ. ദെൻ ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് ട്രേഡിംഗ്. ഇക്വിറ്റി ഡെറിവേറ്റീവ്സ് അതായത് ടു അസിസ്റ്റ് ദ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ് ഇൻ മാനേജിങ് റിസ്ക് ബെറ്റർ ത്രൂ ഹെഡ്ജിങ്, സ്പെക്കുലേഷൻ ആൻഡ് ആർബിട്രേജ്. അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ ഹെഡ്ജിങ്ങും സ്പെക്കുലേഷനും ആർബിട്രേജൊക്കെ ഡെറിവേറ്റീവ്സ് ട്രേഡിങ്ങുമായി ബന്ധപ്പെട്ടിട്ടുള്ള റിസ്ക് കവറേജിന് യൂസ് ചെയ്യുന്ന ടെക്നിക്സുകളാണ്. സോ അതിന് വേണ്ടിയിട്ട് കുറേ ഇക്വിറ്റീസ് ഡെറിവേറ്റീവ്സ് ട്രേഡിങ് ചെയ്യാൻ ഉള്ള അനുമതി സെബി കൊടുത്തു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള അങ്ങനെയുള്ള ട്രാൻസാക്ഷൻസും സ്റ്റോക്ക് എക്സ്ചേഞ്ച് വഴി അല്ലെങ്കിൽ സെക്കൻഡറി മാർക്കറ്റിൽ ഉണ്ട്. ഓക്കെ. ഇൻഡെക്സ് ഫ്യൂച്ചേഴ്സ്, ഇൻഡെക്സ് ഓപ്ഷൻസ്, സിംഗിൾ സ്റ്റോക്ക് ഫ്യൂച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിലവിൽ വന്നു. ദെൻ ക്ലിയറിംഗ് കോർപ്പറേഷൻസ്. പിന്നെ നാഷണൽ സെക്യൂരിറ്റീസ് ക്ലിയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് 1996 അതിൻ്റെ ഓപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തു. ദെൻ പിന്നെ ഗ്ലോബലൈസേഷൻ വന്നതോടുകൂടെ നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെൻറ്റ്സ് ആയിട്ടുള്ള ADR, അമേരിക്കൻ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, ഗ്ലോബൽ ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സ്, FCCB പോലെയുള്ള ഡെപ്പോസിറ്ററി റെസിപ്റ്റ്സുകളൊക്കെ നിലവിൽ വന്നു. ദെൻ ഡയറക്റ്റ് മാർക്കറ്റ് ആക്സസ്, അതായത് DMA ഡയറക്റ്റ് മാർക്കറ്റ് ആക്സസ്, പിന്നെ നേരിട്ട് ഇപ്പോൾ ക്ലയൻസിൻ്റെ കേസിൽ അതായത് ഇൻവെസ്റ്റേഴ്സിൻ്റെ കേസിൽ അവർക്ക് എക്സ്ചേഞ്ച് ട്രേഡിങ്ങുമായിട്ട് നേരിട്ട് കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം, അതായത് വിത്തൗട്ട് ദ മാനുവൽ ഇൻ്റർവെൻഷൻ ഓഫ് ബ്രോക്കറുടെ സഹായത്തോടെ അല്ലാതെ ബ്രോക്കറിലൂടെ അല്ലാതെ നേരിട്ട് തന്നെ അവർക്ക് എന്ത് കാര്യങ്ങൾക്കും കോൺടാക്റ്റ് ചെയ്യാനുള്ളൊരു സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. സോ അതൊരു റീസെൻ്റ് ആയിട്ടുള്ള റിഫോമാണ്. ദെൻ മാർക്കറ്റ് സർവൈലൻസ് മെക്കാനിസം, മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റിനെ കുറിച്ചിട്ട് ഓരോ മൂവ്മെൻറ്റിനെ കുറിച്ച് നമുക്കറിയാനുള്ളൊരു സംവിധാനമുണ്ട്. ദെൻ ലോഞ്ച് ഓഫ് സെക്യൂരിറ്റീസ് ലെൻഡിങ് ആൻഡ് ബോറോയിങ് സ്കീം, അതായത് മാർക്കറ്റ് പാർട്ടിസിപ്പൻസിന് പിന്നെ വളരെ കോസ്റ്റ് ഇഫക്റ്റീവായിട്ട് പിന്നെ ലെൻഡിങ് ആൻഡ് ബോറോയിങ് നടത്താൻ വേണ്ടിയിട്ട് പറ്റുന്നുണ്ട്. സോ അതും ഒരു ഇന്നോവേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ റീസെൻറ്റ് റിഫോംസ് ആണ്. നെക്സ്റ്റ്, ലോഞ്ച് ഓഫ് കറൻസി ഫ്യൂച്ചേഴ്സ്.
കറൻസി ഫ്യൂച്ചേഴ്സും ഇൻട്രസ്റ്റ് റേറ്റ് ഫ്യൂച്ചേഴ്സും ഒക്കെ പുതിയ റിഫോംസുകളാണ്. പിന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു റിഫോമാണ് ASBA. ASBA സ്റ്റാൻഡ്സ് ഫോർ ആപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട്. ഇതെന്താ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫറിംഗ് നടത്തുന്ന സമയത്ത്, IPO നടത്തുന്ന സമയത്ത് നമുക്കറിയാം ആ പ്രൊസീജിയർ. നമുക്കൊരു കമ്പനിയുടെ ഷെയർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് അപ്ലിക്കേഷൻ മണി നമ്മൾ കൊടുക്കുകയാണ്. ഈ അപ്ലിക്കേഷൻ മണി കൊടുത്താൽ ചിലപ്പോൾ ചില സമയത്ത് നമുക്ക് എന്ത് ചെയ്യില്ല, അവരെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റിക്കൊള്ളുന്നില്ല. അതായത് പ്രോറാറ്റ അലോട്ട്മെൻറ്റോ അല്ലെങ്കിൽ ചിലപ്പോൾ റീഫണ്ടൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ റീഫണ്ട് ഉണ്ടാവുകയാണെങ്കിൽ തിരിച്ച് നമ്മളുടെ അക്കൗണ്ടിലേക്ക് തന്നെ വരികയാണ് ചെയ്യുക. സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ട്രാൻസാക്ഷൻ നടത്തുന്നു, അപ്ലിക്കേഷൻ മണി കൊടുക്കുന്നു, പക്ഷേ നമ്മളുടെ അക്കൗണ്ട് എപ്പോഴാണ് ഡെബിറ്റ് ആവുന്നുള്ളൂ, ഓൾറെഡി ഈ ട്രാൻസാക്ഷൻ സെറ്റിൽമെൻറ്റ് നടത്തുന്ന സമയത്ത് മാത്രമേ അത് ഡെബിറ്റ് ആവുള്ളൂ. അതായത് നമ്മളുടെ അക്കൗണ്ടിൽ നിന്ന് ക്യാഷ് പോവുള്ളൂ. അല്ലാതെ അതിനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ട് ഒരു ASBA അക്കൗണ്ട് ഉണ്ടായിരിക്കും. അതായത് അപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് എമൗണ്ട്, അങ്ങനൊരു സംവിധാനമുണ്ട്. അപ്പോൾ അതാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത്. സോ ASBA വഴി എന്താണ് അതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ, നമ്മളുടെ കമ്പനിക്ക് ഇനിയിപ്പോൾ സപ്പോസ് റീഫണ്ട് കൊടുക്കേണ്ട ഒരു സാഹചര്യം വരികയാണെന്നുണ്ടെങ്കിൽ ഈ റീഫണ്ടിൻ്റെ ആവശ്യമില്ല. കാരണം ട്രാൻസാക്ഷൻ രജിസ്ട്രാറൊക്കെ സമ്മതിച്ച് അല്ലെങ്കിൽ രജിസ്ട്രാറുടെ പെർമിഷനൊക്കെ കിട്ടുമ്പോഴാണ് നമ്മളുടെ അത് ആക്സെപ്റ്റ് ചെയ്യുക, അലോട്ട്മെൻറ്റ് നടത്തുക. അലോട്ട്മെൻറ്റ് പ്രൊസീജിയറിലേക്ക് പോവുകയാണെങ്കിൽ മാത്രം നമ്മളുടെ അക്കൗണ്ട് ഡെബിറ്റ് ചെയ്യപ്പെടുള്ളൂ. അല്ലെങ്കിൽ നമ്മളുടെ ആ മണി നമ്മളുടെ അക്കൗണ്ടിൽ തന്നെ കിടക്കും. അപ്പോൾ അതുകൊണ്ട് എന്താ വെച്ചാൽ നമുക്ക് അത്രയും കാലം നഷ്ടം വരുന്നില്ല. അപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ അപ്ലിക്കേഷൻ മണി കൊടുത്തിട്ട് കുറച്ച് കാലം കഴിഞ്ഞാലായിരിക്കും, അല്ലെങ്കിൽ ആ അലോട്ട്മെൻറ്റ് പ്രൊസീജിയർ ആവുന്നതിനെ കുറിച്ച് മുന്നേ ആണല്ലോ അറിയാം നമുക്ക് റീഫണ്ട് ആണോ ഉള്ളത് അല്ലെങ്കിൽ നമ്മളുടെ ആക്സെപ്റ്റ് ചെയ്തോ എന്നുള്ളത്. അപ്പോൾ റീഫണ്ട് ആണെങ്കിൽ അത് ഇങ്ങോട്ട് തിരിച്ചു കിട്ടും. പക്ഷേ അത്രയും കാലം നമ്മൾക്ക് കിട്ടേണ്ട ഇൻട്രസ്റ്റ് ഒക്കെ കുറയുകയാണ് ചെയ്യുന്നത്. സോ അതിനെയൊക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ASBA എന്നുള്ള സംവിധാനം. ഓക്കെ, സോ ASBA എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്ലിക്കേഷൻ സപ്പോർട്ടഡ് ബൈ ബ്ലോക്ക്ഡ് മണി. അതിൻ്റെ ഒറിജിനൽ മീനിങ് എന്താണെന്ന് വെച്ചാൽ, ഇറ്റ് ഡസ് നോട്ട് റിക്വയർ ഇൻവെസ്റ്റേഴ്സ് ടു ഫർണിഷ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഓർ ചെക്ക് ദാറ്റ് വർ ഏർലിയർ നീഡഡ് ബൈ അപ്ലൈയിങ് ഫോർ IPO. ഇനി IPO എടുക്കുന്ന സമയത്ത് ആദ്യമൊക്കെ അത് വേണമായിരുന്നു. പക്ഷേ ഈ ഒരു ഓപ്ഷൻ പ്രകാരം അവർക്ക് വേണ്ട, ഒരു ബാങ്കിൻ്റെ കേസിലൊരു എന്താ പറയുക ലീന് കൊടുക്കുകയാണ്, വിശ്വസിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ലീൻ ഉറപ്പ് കൊടുക്കുകയാണ് മാത്രമാണ് ചെയ്യുന്നത്. ആ ഉറപ്പാണ് ASBA എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു ഗുണം എന്ന് പറയുന്നത് അവർക്ക് ഇൻട്രസ്റ്റും ഏൺ ചെയ്യാൻ പറ്റും. പിന്നെ അതിൽ നിന്നുള്ള ഡിഫിക്കൽട്ടീസ് ഒന്നും ഉണ്ടാവില്ല. സോ ഇതൊക്കെയാണ് അതിൻ്റെ മെറിറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എൻ അപ്ലിക്കേഷൻ mechanism containing an authorization to block application money. It is an authorization to block application money in a bank account when subscribing to an issue. സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ അപ്ലിക്കേഷൻ മണി ബ്ലോക്ക് ചെയ്യപ്പെടാൻ വേണ്ടിയിട്ടുള്ളൊരു ഓതറൈസേഷൻ കൊടുക്കുന്ന പ്രോസസ്സിനെയാണ് ASBA എന്ന് പറയുന്നത്. ഓക്കെ, അതൊരു റീസെൻറ്റ് റിഫോമാണ്. The next, launch of interest rate futures, then launch of mobile trading for all investors. Okay. The next, trading and settlement in stock exchange. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ട്രേഡിംഗ് സെറ്റിൽമെൻറ്റ് നടത്തുന്ന ആ പ്രോസസ്സിന് 3 പ്രധാനപ്പെട്ട ഫേസുകളാണുള്ളത്. ഒന്ന് ട്രേഡിംഗ്, അത് കഴിഞ്ഞാൽ ക്ലിയറിംഗ്, ദെൻ സെറ്റിൽമെൻറ്റ്. ഓക്കെ, ട്രേഡിംഗ്, ക്ലിയറിംഗ് ആൻഡ് സെറ്റിൽമെൻറ്റ്. സോ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പ്രൊവൈഡ്സ് ദ പ്ലാറ്റ്ഫോം ഫോർ ട്രേഡിംഗ് നടത്താൻ വേണ്ടിയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഫെസിലിറ്റേറ്റ് ചെയ്യുന്നു. ക്ലിയറിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ക്ലിയറിംഗ് കോർപ്പറേഷൻസ് ഉണ്ടായിരിക്കും. ക്ലിയറിംഗ് കോർപ്പറേഷൻസ് ഡിറ്റർമിൻസ് ദ ഫണ്ട് ആൻഡ് സെക്യൂരിറ്റീസ് ഒബ്ലിഗേഷൻസ് ഓഫ് ദ ട്രേഡിംഗ് മെമ്പേഴ്സ് ആൻഡ് എൻഷുവേഴ്സ് ദാറ്റ് ദ ട്രേഡ് ഈസ് സെറ്റിൽഡ് ത്രൂ എക്സ്ചേഞ്ച് ഓഫ് ഒബ്ലിഗേഷൻസ്. സോ ഈ ക്ലിയറിംഗ് കോർപ്പറേഷൻസ് ആണ് ക്ലിയറിംഗ് ബാങ്ക്സുകൾ അല്ലെങ്കിൽ ഡെപ്പോസിറ്ററീസ്, അത് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻസൊക്കെ കൊടുക്കുന്നു, അങ്ങനെ ക്ലിയറിംഗ് സെറ്റിൽമെൻറ്റ് നടത്തുന്നു. ഓക്കെ, സോ ക്ലിയറിംഗ് കോർപ്പറേഷൻസിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത് നമ്മളുടെ ഇന്ത്യൻ IFCI ലിമിറ്റഡ് ഒരു ക്ലിയറിംഗ് കോർപ്പറേഷനാണ്. ഇന്ത്യൻ ക്ലിയറിംഗ് കോർപ്പറേഷൻ ലിമിറ്റഡ് ഉണ്ട്. പിന്നെ മൾട്ടി കമ്മോഡിറ്റി എക്സ്ചേഞ്ച് ക്ലിയറിംഗ് കോർപ്പറേഷൻ ഉണ്ട്. അപ്പോൾ ഇതൊക്കെ ക്ലിയറിംഗ് കോർപ്പറേഷൻസ് ആയിട്ട് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സെക്യൂരിറ്റീസ് മാർക്കറ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലിയറിംഗ് എൻറ്റിറ്റീസ് ആണ്. സോ അവർ പിന്നെ എന്താ പറയുക ആവശ്യമായിട്ടുള്ള സമയത്ത് പർച്ചേസ് ആൻഡ് സെയിൽ അതിനെ സെറ്റിൽമെൻറ്റ് നടത്താൻ വേണ്ടിയിട്ടുള്ള എല്ലാ സഹായങ്ങളും ചെയ്യുന്നു. ദെൻ നെക്സ്റ്റ് സെറ്റിൽമെൻറ്റ് നടത്തുന്നു. സോ ഇത്രയും 3 ഫേസസുകളാണ് ഈ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ